പ്ലാനിങ് വളരെ കൂടുതൽ ആയാലുള്ള കുഴപ്പം. പ്ലാനിങ് തീരെ ഇല്ലാതെ വന്നാലും ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് അലി, നോളജ് ഗൈഡ് ഫ്രം ദുബായ്. ഇപ്പോൾ ഞാൻ ദുബായിലാണ്. അപ്പോൾ എന്തായാലും ദുബായിൽ വന്നപ്പോൾ ദുബായിൽ നിന്നും ഒരു വീഡിയോ ഇട്ടേക്കാൻ വിചാരിച്ചു. നമ്മൾ നോക്കിയിട്ടുള്ളൂ, സാധാരണ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ലോങ് ടേം പ്ലാനിങ് വെച്ചിട്ട് ഒരു ലക്ഷ്യം അവിടെ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുന്നുണ്ടോ എന്ന് സംശയം വരത്തക്ക വിധത്തിൽ ഒരു തരം ജീവിതം. അപ്പോൾ ഈ ഫ്യൂച്ചറിലെ പ്ലാനിങ്ങിൻ്റെ റിസൾട്ട് കൊണ്ട് ടാർഗറ്റ് ചെയ്യണം. ആ ഫ്യൂച്ചറിൽ പ്രസൻറ്റായി വരുമ്പോൾ നമ്മൾ ഒന്നിനും കൊള്ളാതാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങളാരും ഈ ലോങ് ടേം പ്ലാനിങ് ചെയ്യരുത്. അതിന് കാരണം വെച്ചാൽ ലോകത്തിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഈ ലോങ് ടേം പ്ലാനിങ് ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോർട്ട് ടേം പ്ലാനിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഷോർട്ട് ടേം ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയോ, പെട്ടെന്ന് ഉള്ള ആ പ്ലാൻ അത് നടത്തി കഴിഞ്ഞ് അടുത്തൊരു പ്ലാനിലേക്ക് പോകാം. അപ്പോൾ ഒറ്റൊന്നൊരു പ്ലാൻ ചെയ്ത് ഒരിത്തിരി ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കാം. ഇത് ഈ ലോങ് ടേം പ്ലാനിങ്ങിൻ്റെ പരിപാടി എന്ന് വരുമ്പോഴത്തേക്കും അതിൽ ആരംഭശൂരത്വം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകും. ലോങ് പ്ലാനിങ് ഇട്ടിട്ട് ഉടനെ തുടങ്ങുമ്പോഴത്തേക്ക് ഇത് കത്തിപ്പിടിച്ചങ്ങ് ചെയ്ത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത്ര വീണ്ടും വേണം, ഒരുപാട് നാൾ ചെയ്യണ്ടേ, അപ്പം അങ്ങ് മടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പി ടി ഉഷ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന നടക്കണം, ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഉഷയുള്ളത് എല്ലാ ആളുകളും ഇവിടെ നിരന്ന് പെടുക്കടാന്ന് പറഞ്ഞ ഒറ്റ ഓട്ടാണ്. ഉഷ അങ്ങനെയല്ല, ഉഷ പതുക്കെ കോളിനോസ് ടൈപ്പിൽ വന്നു ഓടി വന്ന് കുറേശ്ശെ ആക്സിലറേറ്റ് ചെയ്ത് ഒരു മീഡിയം ലെവൽ കിടക്കും. ഉഷയൊക്കെ പുറകെ കിടക്കണുണ്ടാവും. അപ്പോൾ ഇവിടെ പുറകെ ആയപ്പോൾ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ കുറച്ചങ്ങടെ ഫിനിഷിങ് പോയിൻ്റ് എത്താറാകുമ്പോഴത്തേക്കൊണ്ടൊരു ഒരൊറ്റ പിടുത്തമാണ് ഫസ്റ്റാണ്. അങ്ങനെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ എനർജി ഉള്ളത് ആദ്യത്തേനെ തുടങ്ങി മറ്റുള്ളവർ ആ എനർജി ഭയങ്കര സ്പീഡ് അങ്ങനെ ഓടിക്കുന്ന എനർജി പവർ പോയി. അപ്പോൾ ഫിനിഷിങ് പോയിൻ്റ് അവിടെ വരുമ്പോൾ പവർ കുറഞ്ഞാൽ വരുന്നത്. അത് ഉഷയ്ക്ക് നന്നായിട്ടായിരുന്നു. ഇതാണ് ഉഷയുടെ വിജയം. അതുപോലെ തന്നെ ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളാണ് യൂസുവാലിയാണെങ്കിലും ഇവർ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ദുബായിൽ വന്നപ്പോൾ യൂസുവാലിന് കുഞ്ഞു സൂപ്പർ മാർക്കറ്റുകൾ കണ്ട്, ചെറിയ കുട്ടി സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടുള്ളതൊക്കെ ഇവിടെ നെറ്റ്വർക്ക് പോലെ തുടങ്ങിയിട്ടാണ് യൂസുവാലി പിന്നെ അവിടെ വരുന്നത് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ ഒമാനിലായിരുന്നപ്പോൾ എന്തോ വടയെണ്ണ ഉണ്ടാക്കി വിട്ടിരുന്നു പറഞ്ഞത്. അങ്ങനെ ചെറിയതിലായിട്ട് അയാൾ വലിയ ബിസിനസ്സുകാരൻ അങ്ങനെ ഒരു ലോങ് ടേം സ്വപ്നമായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് അയാൾ ഭയങ്കര വെൽത്തിയാണ് അങ്ങനെ ഒരു. അപ്പോൾ അങ്ങനെ ആകണം നമ്മൾ ശ്രമിച്ചാലാകാൻ ഒന്ന് എന്ന് വരെ ശ്രമിക്കണം.